ഡോക്ടറെ, നമ്മളിപ്പോൾ സാധാരണ ഇതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കണം, അല്ലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകണം എന്നൊക്കെയാണ് സാധാരണ പറയുന്നത്. പക്ഷേ പവർ ഓഫ് നെഗറ്റിവിറ്റി അങ്ങനെ ഒരു സാധനം ഇല്ലേ? ഉണ്ട്. അതായത് നമ്മൾ ഈ ധാരാളം ട്രെയിനേഴ്സ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ട്രെയിനേഴ്സ്, കറക്റ്റ് പറയുകയാണെങ്കിൽ അവരെ ഹ്യൂമൻ കോച്ചസ് എന്ന് വേണം പറയാൻ. ഏറെ നാൾ പറഞ്ഞിരുന്നതാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നമ്മുടെ നെഗറ്റീവ് ചിന്താഗതികളാണ്. എല്ലാത്തിനും ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ശരിയായിക്കോളും എന്ന് വർഷങ്ങൾ പറഞ്ഞിരുന്നു. ഞാനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു ലൈഫ് കോച്ച് എന്ന നിലയിൽ ധാരാളം പേരെടുത്തൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഒരു വലിയൊരു പ്രശ്നമുണ്ട്. ഈ പോസിറ്റിവിസം മാത്രം കൊണ്ട് എല്ലാം ശരിയാകുമോ എന്നുള്ള ഒരു വലിയ ചോദ്യം എന്നും എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അപ്പോ ശരിക്കും അതായത് ഇപ്പൊ ഒരാൾ ഒരു 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 ബുദ്ധിമുട്ടിലിരിക്കുക, ഒരു വിഷാദത്തിലിരിക്കുകയാണ്, അല്ലെങ്കിൽ അയാൾക്ക് എല്ലാത്തിനോടും ഒരു ആങ്സൈറ്റി ഉണ്ട്, അയാൾക്കൊന്നും ചെയ്യാനാകുന്നില്ല. അത്തരക്കാർക്ക് ഒരു പക്ഷേ സൈക്കാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റുകളൊക്കെ പണ്ട് തുടങ്ങി പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് എല്ലാ കാര്യത്തിനെ പറ്റി ഒരു പോസിറ്റീവ് ചിന്ത. അതായത് അവനെ ഒരു പടുകുഴിയിലായിരിക്കുന്നവനെ ഒന്ന് പൊക്കിക്കൊണ്ടുവരാൻ പോസിറ്റീവ് ചിന്താഗതി കൊള്ളാം, പോസിറ്റീവ് ചിന്താഗതി വേണ്ടെന്നല്ല. പക്ഷേ ഒരാൾക്ക് ശരിക്കും ഒരു കാര്യം നേടിയെടുക്കണമെങ്കിൽ, അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം നേടിയെടുക്കണമെങ്കിൽ പവർ ഓഫ് നെഗറ്റീവ് തിങ്കിങ് എന്നൊരു കാഴ്ചപ്പാട് കൊണ്ടുവന്നിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് അടുത്ത കാലത്തൊന്നും ഉണ്ടായിരുന്ന കാര്യമല്ല. വളരെ വളരെ വർഷങ്ങൾക്ക് മുൻപ് ഗ്രീസിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സാധനമാണ് സ്റ്റോയിക് ഫിലോസഫി എന്ന് പറഞ്ഞൊരു ഫിലോസഫി. നമ്മുടെ ഇന്ത്യൻ ഫിലോസഫി പോലെ തന്നെ ഗ്രീക്ക് ഫിലോസഫിയുടെ ഒക്കെ കുറച്ചും കൂടെ ഒക്കെ മുന്നേ സ്റ്റോയിസിസം എന്നാണ് അതിന് പറയുക. അതിനകത്ത് ഇങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ പ്രതികൂലമായ കാര്യങ്ങളിലെ നിങ്ങൾ ചിന്തിക്കുക. പ്രതികൂലമായ, അതായത് എന്റെ കറക്റ്റ് പിന്നെ നമ്മുടെ ആ ഭാഷയെക്കാളും നമ്മുടെ ഭാഷയെ വിവരിക്കുകയാണെങ്കിൽ നെഗറ്റീവായ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായി ചിന്തിക്കുക എന്നൊരു കാഴ്ചപ്പാട്. എന്താണ് നമ്മൾ ഒരു സീരിയസ് ആയിട്ടൊരു കാര്യം ചെയ്യാതിരിക്കണം. ഉദാഹരണത്തിന് നമുക്കിപ്പോ നമ്മുടെ ഒരു മകളുടെ കല്യാണം, നമ്മുടെ വീട്ടിലൊരു കല്യാണം നടത്തും. സാധാരണ എല്ലാ കുടുംബങ്ങളിലും നടക്കുന്ന ഒരു കല്യാണം, എല്ലാം മംഗളമായി കലാശിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരെങ്കിലും ചുമ്മാതിരിക്കുമോ? ഇല്ല. അന്ന് മഴ അല്ലല്ല, ശുഭാപ്തി വിശ്വാസമുണ്ട്. പക്ഷേ അത് നമുക്ക് എല്ലാവർക്കും പറയാൻ കൊള്ളാം. അതാ ഞാൻ പറഞ്ഞത്. ഞാനാണ് പെണ്ണിന്റെ അച്ഛൻ. ഞാൻ എന്ത് ചെയ്യും? അന്നത്തെ ദിവസം ഇലക്ട്രിസിറ്റി പോയാൽ എന്താണ് ബാക്കപ്പ് എന്ന് ഞാൻ ആലോചിക്കണ്ടേ? അതിന് 2 ദിവസം മുന്നേ എന്റെ വീട്ടില് ഒരു ചെറിയ 1-2 ആളിലൊക്കെ വരുന്ന സമയമാണ്. കറണ്ട് പോയാൽ ഒന്നുകിൽ ഇൻവെർട്ടർ വേണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ബാക്കപ്പ് ജനറേറ്റർ വേണം. ഇത് നമ്മൾ ആലോചിക്കുകയാണ്. നമ്മളൊരു ബസ് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടി ഒരു ബസ് പറഞ്ഞിട്ടുണ്ട്. ഇനി ആ ബസ്സിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾക്ക് വേറെ ബസ്സുകൾ ബാക്കപ്പ് തരാൻ ഉണ്ടാകുമോ എന്ന് നമ്മളൊരു പക്ഷേ, അല്ലെങ്കിൽ ഒരു ബസ് ഉള്ളവന്റെ അടുത്ത് നമ്മൾ പോയിട്ട് ബസ് ബുക്ക് ചെയ്യുമോ? ഒരു 10 ബസ് ഉള്ളവന്റെ അടുത്ത് പോയി ബുക്ക് ചെയ്യുമോ? ഒരു ബസ് പോയാലും ഒരു കല്യാണത്തിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. അതായത് എന്ത് പ്രതികൂല സാഹചര്യം, നമ്മളൊരു സീരിയസ് ആയിട്ടൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ എന്ത് പ്രതികൂല സാഹചര്യം വന്നാലും നമ്മൾ അതിനെ മുന്നിൽ കണ്ട് അതിനെ അടുത്ത പ്ലാൻ എ വർക്ക് ചെയ്തില്ലെങ്കിൽ പ്ലാൻ ബി, അത് വർക്ക് ചെയ്തില്ലെങ്കിൽ പ്ലാൻ സി. ഇപ്പൊ റീസെന്റ് എന്റെ മകളുടെ കല്യാണം ഒരു 4-5 മാസത്തിന് മുന്നെയാണ് കഴിഞ്ഞത്. അപ്പം വരൻ കോലാപൂരിൽ നിന്നാണ്, മഹാരാഷ്ട്രയിൽ നിന്നാണ്. ഞങ്ങൾക്ക് 2 ദിവസം, ബിക്കോസ് അവരുടെ കല്യാണ ചടങ്ങുകൾ പ്രകാരം 2 ദിവസം പരിപാടി. എറണാകുളത്ത് വെച്ചാണ് കല്യാണം നടക്കുന്നത്. അപ്പൊ അതിനകത്ത് ഒരു വലിയ കോൺഫറൻസ് നടത്തും പോലെയാണ്. 2 ദിവസം എല്ലാവരും എന്റെ ബന്ധുക്കളെയും അവരുടെ ബന്ധുക്കളെയും കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിക്കണം. അപ്പൊ ഇവർ തലേ ദിവസം രാവിലെ വെളുപ്പിനെയാണ് വരുന്നത്. 1 മണിക്കൂർ കഴിയുമ്പോൾ ചടങ്ങുകൾ ആരംഭിക്കും. എന്റെ ന്യായമായ സംശയം, ട്രെയിൻ ലേറ്റ് ആയാൽ എന്ത് ചെയ്യും എന്നുള്ളതായിരുന്നു. അപ്പൊ ഫ്ലൈറ്റിന് ബാക്കപ്പ് ഉണ്ടോ? ഞാൻ പറയുന്നത് സംഭവിക്കുന്ന നിങ്ങൾ ആരും ഒരിക്കലും ഒരുപക്ഷെ കല്യാണത്തിനും കേട്ടിട്ടില്ലാത്ത ഒരു പരിപാടി ഞാനന്ന് ചെയ്തിരുന്നു. IMA-യുടെ 4ാമത്തെ നിലയിൽ വെച്ചാണ് കല്യാണം. അന്ന് അവിടെ വന്നിരിക്കുന്നതിനകത്ത് ഒരു 80% ആളുകളും ആദ്യമായിട്ടാണ് ആ ബിൽഡിങ്ങിന്റെ 4ാമത്തെ നിലയിൽ വരുന്നത്. നമുക്ക് അടുത്ത കാലത്ത് കളമശ്ശേരിയിൽ വെച്ച് ഒരു വലിയ മതസമ്മേളനം നടന്ന സമയത്ത് അവിടെ ഒരു ബോംബ് പൊട്ടിയ ചരിത്രം അറിയാം. 3 ബോംബ് പൊട്ടി. എന്തുകൊണ്ടാണ് അവിടെ ഒരാൾ പോലും മരിക്കാതിരുന്നതെന്ന് അറിയാമോ? അതിനകത്ത് പലരും എന്റെ പേഷ്യന്റ് ആയിട്ട് പിന്നെ വന്നിട്ടുണ്ട്. ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്. അതിന് മുന്നേ 3 പ്രാവശ്യം അവര് വ്യക്തമായിട്ട് അവിടെ ഒരു പ്രശ്നം നടന്നാൽ ഈ ഗ്രൂപ്പ് ഈ വാതിൽ വഴി പോകണം,
ഈ ഗ്രൂപ്പ് ഈ വാതിൽ വഴി പോകണം. അങ്ങനെ 4 വാതിൽ അവിടെ 4ആയിട്ട് അവരെ വീതിച്ച് 2500 പേരെ 4 വാതിൽ വഴി വേണം പുറത്തിറങ്ങാനെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതേസമയം നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ കുട്ടികളുടെ ഇടയിൽ നടന്ന ഒരു ചെറിയ തള്ളൽ, ഒരു സ്റ്റാമ്പേഡ് എന്ന് പറയുന്നില്ല, തിക്കിലും തിരക്കിലും പെട്ട് പലരും മരിക്കുകയുണ്ടായി. അപ്പോ ഇത് ഒരു സാഹചര്യം വന്നാൽ, സാഹചര്യം വന്നാൽ അതിനെങ്ങനെ കാണണമെന്ന് മുന്നിൽ കാണാനും അതിനെ അഥവാ ഒരു പ്രശ്നം ഉണ്ടായാൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നും നമ്മൾ നേരത്തെ ആലോചിക്കേണ്ടത് വളരെ വളരെ പ്രധാനമാണ്. 2 വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്കുകൾ ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. ഒന്ന്, നേരത്തെ നമ്മൾ സംസാരിച്ച ദ പവർ ഓഫ് നെഗറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞ ബോബ് നൈറ്റ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി എഴുതിയ, അദ്ദേഹം ഒരു കോച്ചായിരുന്നു, സ്പോർട്സിന്റെ കോച്ചായിരുന്നു. രണ്ടാമത്തെ ആള് കനേഡിയൻ ആസ്ട്രോനോട്ടാണ്, ക്രിസ് ഹാസ്മൽ എന്ന് പറഞ്ഞിട്ട്. അയാൾ എഴുതിയത് ഒരു ആസ്ട്രോനോട്ടാനെ പോലെ എങ്ങനെ ഭൂമിയിൽ ജീവിക്കാം എന്നുള്ളതാണ്. അതിന് ഞാൻ 2-3 എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടും. ഇപ്പൊ ഒരു ആസ്ട്രോനോട്ട് എന്ന് പറയുന്ന ഒരാൾ നമ്മൾ ബഹിരാകാശത്ത് പോകുമ്പോൾ അവിടെ ആകെ 3-4 പേരുണ്ടാവും. ആകെ 3 പേര് അല്ലെങ്കിൽ 2 പേരൊക്കെയാണ് പലപ്പോഴും ഉണ്ടാകുക. ആ മെഷീനും ആ പേടകത്തിന് എന്ത് പ്രശ്നം വന്നാലും ഇവരാണ് കൈകാര്യം ചെയ്യേണ്ടത്. അതിനകത്ത് ഒരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അവരാണ് കൈകാര്യം ചെയ്യേണ്ടത്. അവിടെ വെച്ച് ഒരാൾക്ക് അപ്പൻഡിസൈറ്റിസ് വന്നാൽ അത്യാവശ്യം അയാളെ രക്ഷിക്കാനുള്ള എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് അയാളാണ് ചെയ്യേണ്ടത്. ആ ബഹിരാകാശ പേടത്തിന് ഒരു പ്രശ്നം ഉണ്ടായി, അതിന്റെ പുറത്തിറങ്ങി അയാൾക്ക് അതിനെ റിപ്പയർ ചെയ്യണം. അതായത് ബഹിരാകാശ പേടകത്തിന്റെ പുറത്തിറങ്ങി സ്പേസ് വാക്കിംഗ് നടത്തി അതിനെ റിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും ഉള്ള പരിചയം. അപ്പൊ ഇങ്ങനെ എന്ത് സംഭവം ഒരു 3-4 ആഴ്ച കാലത്തേക്ക് വന്നാലും അതിനെയൊക്കെ അവരിൽ മുന്നിൽ കണ്ട് ദൃശ്യവൽക്കരിച്ച് അതിന്റെ സിമുലേഷൻ ഭൂമിയിൽ വെച്ച് വെള്ളത്തിനടിയിൽ നടത്തിയിട്ടാണ് ഇവരെ മേളിലോട്ട് വിടുന്നത്. ഇതാണ് തിങ്ക് ലൈക്ക് ആൻ ആസ്ട്രോനോട്ട് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ സ്പോർട്സ്മാൻ. ഇപ്പൊ സ്പോർട്സിൽ സംഭവിക്കുന്ന, ഞാൻ മറ്റേ ആള് ഈ ബോബ് നൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്പോർട്സിന്റെ ബാസ്കറ്റ്ബോൾ കോച്ചാണെന്നാണ് എന്റെ ഓർമ്മ. ബാസ്കറ്റ്ബോൾ കോച്ചായിരുന്നു പറഞ്ഞു. അദ്ദേഹം എന്താണ്, ഓരോ കളിയിലും ഇങ്ങനെ നിങ്ങളെ മറ്റേ എതിരാളി നേരിടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് സ്റ്റെപ്പ് എടുക്കും, ഇങ്ങനെ ചെയ്യണേ എന്ത് സ്റ്റെപ്പ് എടുക്കും, അഥവാ നിങ്ങൾ ആദ്യത്തെ ഗെയിമിൽ തോറ്റാൽ നിങ്ങൾ എന്ത് ചെയ്യും. ഇതൊക്കെ അവരെ അല്ലാത്ത സമയത്ത് ചെയ്ത് ശീലിപ്പിച്ചത് കൊണ്ടാണ് അവർക്ക് കളിക്കാൻ പറ്റുന്നത്. ഇതാണ് അതിന്റെ ഈ 2 ബുക്കുകളുടെയും രത്ന ചുരുക്കം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ആപ്ലിക്കേഷൻ ഞാൻ നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയാം, നമ്മുടെ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി. ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്കിൽ പോയാൽ പോലീസ് പിടിക്കും. നമുക്ക് വേണമെങ്കിൽ ഒരു ശുഭാപ്തി, ഒരു നാട്ടുപുറത്താണ്, സിറ്റിയിലാണെങ്കിൽ മുക്കിന് മൂലയിലും പോലീസ് ഉണ്ടെന്ന് പറയാം. ഒരു നാട്ടിൻപുറത്ത് എനിക്ക് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഞാൻ രാവിലെ ബൈക്ക് എടുക്കുന്നു, വണ്ടി ഓടിച്ചു പോകുന്നു. ചിലപ്പോ ശുഭാപ്തി വിശ്വാസം നടക്കുമായിരിക്കും, പക്ഷെ എല്ലാ സാധ്യതയും പോലീസിനെ പൊക്കാനാണ്. അത് പവർ ഓഫ് നെഗറ്റീവ് തിങ്കിങ് ആണെങ്കിൽ, ഞാൻ അതിന്റെ പവർ ഓഫ് നെഗറ്റീവ് തിങ്കിങ്ങിലാണെങ്കിൽ നിയമം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിനെ അനലൈസ് ചെയ്യണം. എന്നെ പിടിക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്, പിടിച്ചാൽ ഫൈൻ അടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് പോകുന്നതാണ് ബുദ്ധി. ഞാൻ അതിനൊരു വളരെ സിമ്പിൾ പറയാം, മദ്യപിച്ച് വണ്ടി ഓടിക്കരുതെന്ന് പറയും. ചിലർ വിചാരിക്കും, സാധാരണ അതിലെന്താ വിചാരിക്കും, മദ്യപിച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഇപ്പോഴത്തെ പുതിയ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് ഒരാൾ പിടിക്കുകയാണെങ്കിൽ അവന്റെ കാര്യം പോക്കാണ്. കാര്യം എന്തെങ്കിലും ഒരു ആളിന് അപകടം ഉണ്ടാക്കി ആള് ഗതികേടിൽ മരണപ്പെട്ടു പോകണമെങ്കിൽ, നമ്മുടെ അശ്രദ്ധ മൂലമുള്ള ഒരു ആക്ഷൻ മൂലം ഒരാൾക്ക് മരണം സംഭവിച്ചാൽ 5 വർഷമാണ് അകത്ത് കിടക്കാൻ പോണേ. പണ്ടത്തെ പോലെ 2 വർഷമല്ല ഡ്രൈവർ. അപ്പൊ ഈ മദ്യപിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ നീ അശ്രദ്ധയായിട്ട് നീ കൈകാര്യം ചെയ്തു എന്നുള്ളതിന്റെ മരണത്തിൽ കലാശിച്ചു. അപ്പം അത് നമ്മൾ എന്താണ്, ഒരു പവർ ഓഫ് നെഗറ്റീവ് തിങ്കിങ്ങിന്റെ സൈഡിൽ നിന്ന് ആലോചിക്കണം. എന്ത് ചെയ്യും, ഇത് പോയാൽ ഒരു പക്ഷേ എന്നെ പോലീസ് പിടിക്കാം, എന്റെ കുഴപ്പം കൊണ്ടുപോലും ആകണമെന്നില്ല. ഒരു ആക്സിഡന്റ് നടന്ന് ഒരാൾ മരണപ്പെട്ടത് എന്റെ നിലയിരിക്കും, ഞാൻ കുടുംബത്തെ വിട്ട് എല്ലാത്തിനെയും വിട്ട് എന്റെ ജോലിയും വിട്ട് 5 വർഷം അകത്ത് കിടക്കേണ്ടി വരും. ഇത് ചിന്തിക്കുന്നത് ഞാൻ എളുപ്പം മനസ്സിലാകാനുള്ള 2-3 എക്സാമ്പിൾസ് ആണ് പറയുന്നത്. ഇതിനെയാണ് പവർ ഓഫ് നെഗറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. ഇതിന് നമ്മുടെ ലൈഫിൽ വളരെയധികം പ്രസക്തിയുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ വ്യക്തിപരമായിട്ട് എടുക്കുക, നമ്മുടെ സമ്പത്തിന്റെ കാര്യം എടുക്കുക. നമ്മുടെ സമ്പത്തിനെ അടിച്ചു പൊളിച്ച് കളയാണ്. ഒരാൾ കിട്ടുന്ന സാലറി മുഴുവൻ, അവന് കിട്ടുന്ന ശമ്പളം മുഴുവൻ അവൻ അടിച്ചു പൊളിച്ച് ഓരോ മാസവും പൊളിച്ചുകൊണ്ട്, ഞാൻ അങ്ങനെ പൊളിച്ചിട്ടുള്ള ഒരുത്തരാണ്, അതുകൊണ്ടൊക്കെ ഇത് പറയുന്നത്, മനസ്സിലായി, പൊളിച്ച് കളയുകയാണ്. ഈ പൊളിച്ച് കളയുമ്പോൾ എന്ത് സംഭവിക്കും, ഭാവിയിൽ നിനക്കിത് ഒരു വീട് വയ്ക്കാനുണ്ട്, മക്കളെ കെട്ടിക്കാനുണ്ട്, മക്കളുടെ എഡ്യൂക്കേഷൻ ഉണ്ട്, അതുകൊണ്ട് കുറച്ച് ശേഖരിച്ച് വെക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ അന്ന് വന്നോളും എന്ന് വേണമെങ്കിൽ എനിക്ക് വിചാരിക്കാമല്ലോ. അന്ന് വന്നോളും, അന്ന് എനിക്ക് കൂടുതൽ കാശ് കിട്ടിക്കോളും, അല്ലെങ്കിൽ തൽക്കാലം ഇങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കാം. പക്ഷെ ബുദ്ധി എന്താണ്, ഇല്ല, അന്ന് എനിക്കൊരു അസുഖം വന്നാൽ, ഞാൻ കിടപ്പിലായിപ്പോയാൽ, ഞാൻ പെട്ടുപോയാൽ,
വേറൊരു എക്സാമ്പിൾ കുറച്ചും കൂടെ എളുപ്പം മനസ്സിലാക്കാം. നമ്മൾ ആരും എടുക്കാത്തത് നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയമാണ്. നമ്മുടെ ലൈഫ് എങ്ങനെ സെക്യൂർ ആക്കാമെന്ന്. ഒരു ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസ് പലർക്കും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ഒരു ടേം ഇൻഷുറൻസ്, ഒരു ഹെൽത്ത് ഇൻഷുറൻസ്. കാര്യം ഞാൻ ഇന്നത്തെ കാലത്ത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു 25 lakhs വേണ്ടി വരുന്ന ഒരു അസുഖം വന്നുകൂടാന്നൊന്നുമില്ല. നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസിൽ നിങ്ങളുടെ മൊത്തം പരിപാടി അതോടുകൂടി കഴിഞ്ഞു. അപ്പൊ അത് നമുക്ക് വേണേൽ ശുഭാപ്തി വിശ്വാസം, എനിക്ക് അസുഖം വരില്ല എന്ന് വേണേൽ വിചാരിക്കാം. പക്ഷെ എനിക്ക് അസുഖം വന്നാൽ ഞാൻ ഈ പൈസ ഇപ്പൊ നീക്കി വെക്കുന്നതിലെ ബുദ്ധി. ഇതാണ് പവർ ഓഫ് നെഗറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നതിന്റെ മറ്റൊരു എക്സാമ്പിൾ. അപ്പൊ സമ്പത്തിന്റെ കാര്യത്തിന്റെ അത് വളരെ പ്രധാനമാണ്. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഇത് വളരെ പ്രധാനമാണ്. ആരോഗ്യത്തിൽ അപ്പൊ ആരോഗ്യം നിങ്ങൾ മിനിമം എക്സസൈസ് ചെയ്യണം. മിനിമം നിങ്ങൾ ആരോഗ്യം ശ്രദ്ധിക്കണം. ഭക്ഷണം സൂക്ഷിച്ച് കഴിക്കണം. ഇല്ലെങ്കിൽ അസുഖം വരും. ഇത് ശരിക്കും പറഞ്ഞാൽ പവർ ഓഫ് നെഗറ്റീവ് തിങ്കിങ് ആണ്. ശുഭാപ്തി വിശ്വാസത്തിൽ എനിക്ക് ഒരു അസുഖം വരില്ലെന്ന് വിചാരിക്കാൻ. മര്യാദയ്ക്ക് വണ്ടി ഓടിക്കണം. അശ്രദ്ധമായിട്ട് വണ്ടി ഓടിക്കരുത്. വണ്ടിയുടെ മെയിൻ്റനൻസ് ചെയ്യണം. ഇല്ലെങ്കിൽ അപകടം സംഭവിക്കാം. ഇതിനെയാണ് ശരിക്കും പറഞ്ഞാൽ, അതായത് അമിതമായ ശുഭാപ്തി വിശ്വാസം പാടില്ല. ശുഭാപ്തി ഇപ്പൊ നമ്മൾ ഒരു ഫാമിലി, ആ ഫാമിലി വീട്ടിൽ നിന്ന് ഒരു യാത്ര പോകുന്നു, റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്, 10 മണിക്കാണ് ട്രെയിൻ. അപ്പം അതിനകത്ത് ഒരാൾ, ഒന്നിൽ പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ, അയാൾ പറയുന്നത് നമുക്കൊരു 9:15 ഇറങ്ങാം. അപ്പം എതിർ ഭാഗത്തിരിക്കുന്ന ആൾ പറയുന്നത് എന്തിനാണ്, നമുക്ക് 9:45 ഇറങ്ങാം, അവിടുന്ന് ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പം നമ്മൾ വീണ്ടും പറയുന്നത് അല്ല, എന്തെങ്കിലും കാരണവശാൽ നമുക്കൊരു പ്രശ്നം ഉണ്ടായാലോ എന്ന് പറയുന്നു. അടുത്ത തവണ അമ്പലത്തിൽ പോകുമ്പോൾ അപ്പൊ അങ്ങനെ പറയുമ്പോ ഈ പറയുന്ന രീതിയിൽ വീണ്ടും ഒരു മുൻകൂട്ടി നമ്മൾ പറയും ഇവരെപ്പോഴും നെഗറ്റീവ് എനർജി ആണല്ലോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇതെന്താ നെഗറ്റീവ് രീതിയിൽ. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മളിങ്ങനെ പറയും. ഞാന് ഇതുപോലെ മറ്റൊരു വലിയ സംഭവമുണ്ട്. ജോർജിയ എന്ന രാജ്യത്ത് ഞങ്ങൾ 10 ENT ഡോക്ടർമാര് ഒരു ട്രിപ്പ് പോയി. ഞങ്ങൾ ചുമ പോയത്. അതിനകത്തോട്ട് കയറാൻ വളരെ പ്രയാസമുള്ള സ്ഥലമാണ്. ഞാൻ അതിന്റെ 2 ദിവസം മുന്നേ അറിഞ്ഞു ഇങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ടെന്ന്. ഞങ്ങൾ 5 പേർക്ക് അമേരിക്കൻ വിസ ഉണ്ട്, അവർക്ക് ഒരു പ്രശ്നമില്ല. മറ്റവരെ 2-3 മണിക്കൂറാണ് അവിടെ വന്ന് പിടിച്ചു നിർത്തി. അവൻ തിരിച്ചുവിടും. നമുക്ക് വിസിറ്റിംഗ് വിസയൊക്കെ തന്നിട്ടുണ്ട്, പിന്നെ ഇലക്ട്രോണിക് വിസ, ഈ വിസയൊക്കെ തന്നിട്ടുണ്ട്. എന്നാലും പ്രശ്നമാണ്. ഇത് ഞാൻ പറഞ്ഞപ്പം എന്റെ കൂടെ വന്നവർ ആദ്യം പറഞ്ഞു, ഇതൊക്കെ നമ്മൾ എത്രയോ സ്ഥലങ്ങളിൽ പോയിരിക്കണം, എന്തെങ്കിലും പ്രശ്നമുണ്ട്. അന്ന് വിട്ടു. അന്ന് ഞങ്ങളുടെ 5 അമേരിക്കൻ വിസ ഉണ്ടായിരുന്ന അവരുടെ അടുത്ത് ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇതാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ അതിനെ മറുമരുന്ന് ചെയ്യണം. എന്തുലേയും ഏറ്റവും ഇതിനെപ്പറ്റി ഒരു ബേസിക് ഇതാണ്. ഒരു സിറ്റുവേഷനിൽ മാക്സിമം എന്ത് സംഭവിക്കാനൊക്കെ സാധ്യതയുണ്ട്, മുമ്പ് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെ നമുക്ക് സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് നടപടി എടുക്കും. ഇതാണ് ആക്ച്വലി പവർ ഓഫ് നെഗറ്റീവ് തിങ്കിങ്. അതിനെ വിഷ്വലൈസ് ചെയ്യുക. അതിന് എന്തെങ്കിലും മറുമരുന്ന് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആ ബാക്കപ്പ് പ്ലാനുകളൊക്കെ നമ്മൾ തുടക്കം മുന്നേ തന്നെ ചെയ്ത് വയ്ക്കുക. ഇത് നമ്മൾ ഓരോ കാര്യത്തിനുമാണ്. ഇതിപ്പോ ഞാൻ നേരത്തെ ഇങ്ങനെ പറഞ്ഞു, ഇത് ഒരു ബിസിനസിന്റെ കാര്യത്തിൽ എടുത്തു നോക്കും. ആ ബിസിനസ്സിൽ നമുക്ക് എന്തൊക്കെ കോമ്പറ്റീഷൻ വരാം, പുതിയ ആരെങ്കിലും ഈ ഫീൽഡിലോട്ട് വരുമോ, അങ്ങനെ വന്നാൽ അവരെന്തായിരിക്കും കൊണ്ടുവരാൻ സാധ്യത, അതിനെ കൈകാര്യം ചെയ്യാൻ എന്ത് മറുമരുന്ന് നമുക്കുള്ളത്, നമ്മുടെ അഡ്വർടൈസിങ്ങിന് പ്രശ്നം വന്നാൽ എന്ത് സംഭവിക്കും, നമ്മുടെ CEO അല്ലെ നമ്മുടെ മെയിൻ ജോലിക്കാരൻ നമ്മളെ വിട്ടുപോയാൽ എനിക്കൊരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടോ, എന്റെ മെയിൻ ക്ലയന്റ് എന്നെ വിട്ടുപോയാൽ എന്താണ് എന്റെ ബാക്കപ്പ് പ്ലാൻ. അപ്പൊ ഇങ്ങനെ ഇത് നമ്മുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യക്തിപരമായ സംഭവം, സമ്പത്തിന്റെ കാര്യത്തിലായാലും ശരി, ആരോഗ്യത്തിന്റെ കാര്യത്തിലായാലും ശരി, ഒരു നമ്മളൊരു സ്പോർട്സ്മാൻ ആണെങ്കിൽ ആയാലും ശരി. അപ്പൊ ഇതിനകത്ത് എന്ന് വെച്ച് അമിതമായ ഈ പിന്നെ എന്താണ് പറയുക, നെഗറ്റീവ് തിങ്കിങ് വന്ന് നമ്മളെ ഒരു ഡിപ്രഷനിലാക്കുകയോ കടുത്ത നേരത്തെ പറഞ്ഞ പോലെ അശുഭ ചിന്താഗതിക്കാരനായി മാറുകയോ ഡിപ്രഷൻ വരികയോ വിഷാദം വരികയോ അങ്ങനെ ചെയ്യണമെന്നല്ല. ഈ പോസിറ്റീവ് വിശ്വാസവും വേണം, അതേസമയം ഇതും വേണം. ഇതിന്റെ ഒരു ബാലൻസ് സ്ട്രൈക്ക് ചെയ്യുന്നതിലാണ് നമ്മുടെ സക്സസ്. ഇപ്പൊ നമ്മൾ സൈക്കാട്രിയുടെ തന്നെ പുതിയ ലേറ്റസ്റ്റ് കോൺസെപ്റ്റുകൾ, ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിയല്ല, ഈ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. സൈക്കാട്രിയിലെ സൈക്കാട്രിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. അതിനകത്തൊരു പ്രധാന കാരണം ഒരു റിയലിസ്റ്റിക് ആയിട്ട് ഒരു രോഗിയെ അയാളെ ഈ ലോകത്തെ ഫേസ് ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് എനിക്ക് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ഞാൻ നാളെ ഓഫീസിൽ പോകുമ്പം ചിലപ്പോൾ എന്റെ ബോസ് എന്നെ വഴക്ക് പറഞ്ഞേക്കാം. എന്റെ സ്കൂളിൽ ചെല്ലുമ്പം അധ്യാപിക ഒരു കുഴപ്പം കാണിച്ചാൽ വഴക്ക് പറഞ്ഞേക്കാം. അതൊരു നോർമൽ സംഭവമാണെന്നും അഥവാ അങ്ങനെ സംഭവിച്ചാൽ നീ ഡിപ്രഷൻ അടിച്ച് വീണ്ടും പടുകുഴിയിലേക്ക്, വിഷാദത്തിന്റെ പടുകുഴിയിൽ പോകാതെ അതിനെ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് ആ കുട്ടിയെ പരിശീലിപ്പിക്കുക, അല്ലെങ്കിൽ ആ വ്യക്തിയെ പരിശീലിപ്പിക്കുന്നതാണ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. വേറൊരു വളരെ വളർന്നു വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് പിന്നെ എന്താണ് പറയുക, അവയർനെസ്. എന്താണ് നമ്മൾ അവയർനെസ് എന്ന് പറയും. നമ്മൾ ഓരോ കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാലേ, ഇപ്പൊ വിദ്യാഭ്യാസ മേഖലയിലായാലും ജോലിയുടെ കാര്യത്തിലായാലും എന്തായാലും ഇനി നമുക്ക് പ്ലാൻ ബി എന്നൊരു കാര്യം കുട്ടിക്കാലം മുതലേ പഠിപ്പിച്ചു വരണം എന്നല്ലേ ഈ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ സംഭവിച്ചാലും
ഞാൻ അത് വേറെ സമയത്ത് വിശദമായിട്ട് പറയാം. അതായത് ഒരു സ്പോർട്സ്മാൻ മൈൻഡ് സെറ്റ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഒരു സ്പോർട്സുകാരനും ആദ്യത്തെ പ്രാവശ്യം വിജയിക്കുന്നില്ല. PT ഉഷ എത്രയോ പ്രാവശ്യം തോറ്റതിന് ശേഷമാണ് PT ഉഷ ഇത് ചെയ്തത്. ഇതുപോലെയാണ് എല്ലാ സ്പോർട്സ്മാൻമാരും. നമ്മൾ കാണുന്ന അവരുടെ ഫൈനൽ ജയം മാത്രമാണ്. അപ്പൊ അവനെ പരാജയപ്പെടാൻ പഠിപ്പിക്കുക, നീ തോക്കാൻ നിന്നെ പഠിപ്പിക്കുക, തോക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലെന്ന് പറയുക, തോക്കുമ്പോഴത്തേക്ക് തിരിച്ചു വരാൻ പഠിപ്പിക്കുക. തോക്കുന്നത് ജീവിതത്തിലെ വളരെ പ്രസക്തമായ അതായത് ആവശ്യം നമ്മളെല്ലാവരും അനുഭവം. നിങ്ങൾക്ക് ഒരു ലെവൽ കഴിഞ്ഞ് പോകണമെന്നുണ്ടെങ്കിൽ നീ പരാജയം ഉണ്ടായിരിക്കും. അതായത് ഒരു പരാജയവും ഇല്ലാതെ ഒരാള് എന്നും നമ്മുടെ ഷെയർ മാർക്കറ്റ് പോലെയാണ്. നിനക്ക് ഒരേപോലെ മേളിലോട്ട് പോകാൻ പറ്റില്ല. അത് മേളിൽ പോവും, കുറച്ച് കഴിയുമ്പോൾ താഴെ വരും, കുറച്ച് കഴിയുമ്പോൾ മേളിൽ പോവും, കുറച്ച് കഴിയുമ്പോൾ താഴെ പോവും. ഇങ്ങനെ നമ്മൾ പോകുമ്പോ നമ്മളെ പരാജയങ്ങളെ മുന്നിൽ കണ്ട് പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ പരാജയം ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. ഇനി അഥവാ പരാജയം ഉണ്ടായാൽ അതിന് പ്രായോഗിക ബുദ്ധിമായിട്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ CBT പോലെ തന്നെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി പോലെ തന്നെ സൈക്യാട്രിയിൽ ഇന്ന് വളരെയധികം ഇപ്പൊ എന്റെ സുഹൃത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്യാട്രിയുടെ പ്രൊഫസറാണ്. അദ്ദേഹം പഠിപ്പിക്കുന്ന ഒരു സാധനം മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന സാധനം. മൈൻഡ്ഫുൾനെസ് അതായത് എന്റെ യഥാർത്ഥ സിറ്റുവേഷനെ പറ്റി, എന്റെ ഉള്ളിലെ സംഭവങ്ങളെ പറ്റിയും എന്റെ പുറത്തെ സംഭവങ്ങളെ പറ്റിയും അവെയർ ആയിരിക്കും. അതിനാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മൈൻഡ്ഫുൾനെസ്സും CBTയും മൈൻഡ്ഫുൾനെസ് ഉപയോഗിച്ചുകൊണ്ടുള്ള CBTയും ഒക്കെ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് ഈ ലോകത്തെ കാണാൻ ശ്രമിക്കും. അതായത് നമുക്ക് ഒരു ശുഭാപ്തി വിശ്വാസം കൊണ്ട് മാത്രം, അതായത് എനിക്ക് ജീവിക്കണം, എനിക്കൊരു ധനികനാവണം, ഞാൻ എല്ലാ ദിവസവും എല്ലാ മാസവും കുറെ ലോട്ടറി എടുക്കും. ഇതൊരു ശുഭാപ്തി വിശ്വാസമാണ്. അവൻ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതാണ് ഒരു ശുഭാപ്തി വിശ്വാസത്തിന്റെ പരമകാഷ്ഠ എന്ന് പറയുന്നത്. ഞാൻ ലോട്ടറി അടിച്ച് ധനികനാകുമെന്ന് ഞാൻ വിചാരിക്കുന്നതാണ് ഞാൻ ശുഭാപ്തി വിശ്വാസത്തിന്റെ അങ്ങേറ്റത്തെ ഒരു കാര്യം പറഞ്ഞാണ്. ഞാൻ എന്ന് കള്ളു കുടിച്ച് വണ്ടി ഓടിച്ചാലും എന്നെ പോലീസ് പിടിക്കൂല എന്ന് വിചാരിക്കുന്ന എന്റെ അമിതമായ ശുഭാപ്തി വിശ്വാസമാണ്. ഞാൻ അമിത വേഗതയിൽ എന്ത് വണ്ടി ഓടിച്ചാലും എനിക്കൊരു ആക്സിഡന്റ് പറ്റൂല എന്ന് ഞാൻ വിചാരിക്കുന്നത് അമിതമായ ശുഭാപ്തി വിശ്വാസമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ പോസിറ്റീവ് തിങ്കിങ്ങോട്ടങ്ങ് ഇറങ്ങി നടന്നിരുന്നെങ്കിൽ ഇതെല്ലാം ശരിയാവും. ഇതിന് ഈ സീക്രട്ട് നമുക്ക് ഇതൊക്കെ നമ്മൾ തന്നെ പറഞ്ഞ് പഠിപ്പിച്ച തെറ്റായി ജനം വിചാരിച്ചതിന്റെ കുഴപ്പമാണ്. അതായത് നമുക്ക് എന്നും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വിശ്വാസവും നമുക്ക് വേണ്ട കാര്യം നടക്കുമെന്നുമെന്ന് ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ഈ ലോകം നമുക്കായി പണിയെടുത്ത് ഇത് നിങ്ങൾക്ക് കൊണ്ട് തരുമെന്നൊക്കെ പറഞ്ഞ് സംഭവങ്ങൾ സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എപ്പോഴാണ് ഈ കൃഷ്ണൻ പറഞ്ഞതുപോലെയാണ്. ഈ ഓരോരുത്തരും ഉപദേശം കൊടുക്കേണ്ട അവന്റെ മാനസികാവസ്ഥയും അവന്റെ ആവശ്യം അനുസരിച്ചാണ്. പണ്ട് ഈ ഭഗവത്ഗീതയിൽ തന്നെ വളരെ രസകരമായ കാര്യമുണ്ട്. എല്ലാം കഴിഞ്ഞ് പണ്ട് യുദ്ധമൊക്കെ കഴിഞ്ഞ് കൃഷ്ണനും അർജുനും കൂടെ വളരെ വർഷങ്ങൾക്ക് ശേഷം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പണ്ട് പറഞ്ഞതൊക്കെ മറന്നുപോയി അളിയ ഇതൊന്ന് പറഞ്ഞു തരുമോ പണ്ട് കൃഷ്ണനടുത്ത് ശ്രീകൃഷ്ണൻ നമ്മുടെ അർജുനൻ ചോദിച്ചപ്പോ പോയി പണി നോക്കാനാണ് പറഞ്ഞത്. അന്ന് നിനക്ക് അത് ആവശ്യമായിരുന്നു, നിനക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഈ ഓരോ ഉപദേശവും നമ്മൾ കൊടുക്കുന്ന ഈ കോച്ചിങ്ങിനകത്തുള്ള ബേസിക് കോൺസെപ്റ്റ് തന്നെ അതാണ്. അവന് അപ്പം കാര്യം നടത്താൻ എന്ത് ചെയ്യണം എന്നുള്ളത്, അല്ലെ അവനെ അടുത്ത ലെവലിലോട്ട് കൊണ്ടുപോകാൻ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഈ മൊത്തത്തിൽ പറഞ്ഞാൽ നീ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസിയായി മാത്രം നടന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. നിനക്കൊരു സീരിയസ് കാര്യം നടത്താനുണ്ടെങ്കിൽ, അതായത് ഒരു വലിയ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് മുഖ്യമന്ത്രി ആകണമെന്ന് എന്റെ ആഗ്രഹം, MLA ആവണമെന്നുള്ള ആഗ്രഹം, ഞാൻ ഇലക്ഷൻ നിൽക്കുന്നു, ഞാൻ ശുഭാപ്തി വിശ്വാസം കൊണ്ട് മാത്രം MLA ആവുമോ? ഇല്ല. എനിക്കെതിരെ എന്ത് പാര വരും, എനിക്കെതിരെ ആരൊക്കെ എന്തൊക്കെ പറയും, അങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്തൊക്കെ അതിന് തടയിടണം, ഞാൻ തിരിച്ചെന്ത് തന്ത്രം ഉപയോഗിക്കും, അതിന് മാത്രം പോരാ, പ്ലാൻ മാത്രം പോരാ, പ്ലാൻ B വർക്ക് ചെയ്യില്ലെങ്കിൽ പ്ലാൻ C, പിന്നെ ഇതിന്റെയൊക്കെ പ്ലാൻസ് വേറെ. അപ്പൊ ഇതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടത്. ഈ ലോകത്ത് പ്രായോഗികമായി ജീവിക്കാൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. അത് ചെറുപ്പം തുടങ്ങി പഠിപ്പിക്കണം. ഈ പിള്ളേരൊക്കെ ഇപ്പോഴത്തെ ഈ ബ്രോയിലർ ചിക്കൻ എന്ന് നമ്മൾ വിളിക്കുന്ന പിള്ളേരൊക്കെ, നമ്മളൊക്കെ കോളേജിൽ പഠിച്ചിരുന്നപ്പോഴൊക്കെ സാധാരണ മലയാളം മീഡിയത്തിൽ പഠിച്ച് ബഹളം ഉണ്ടാക്കി തല്ലും കൂടി സാധാരണ വീട്ടുകാരും ഇടപെടാതെ ടീച്ചർമാരുടെ തല്ല്, ഞാനൊക്കെ എന്തോരം തല്ല് മേടിച്ചിട്ടുണ്ടെന്ന് അറിയാം എന്റെ ടീച്ചർമാരുടെ നിന്നൊക്കെ ഇഷ്ടം പോലെ. ഞാൻ പറഞ്ഞ ഇന്നൊക്കെ പിള്ളേരെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഉടൻ പോവും. ഞാൻ അടിക്കണമെന്നല്ല പറയണതിന്റെ അർത്ഥം. അപ്പൊ തല്ല്, അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഈ രീതിയിൽ കുട്ടികളെയൊക്കെ വളർത്തിക്കൊണ്ട് വരുന്നതിനകത്ത് ഉള്ള മാറ്റം അല്ലെ, പണ്ടത്തിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ കുട്ടികളെ വളർത്തിക്കൊണ്ട്. അതാണ് നമ്മൾ ഈ ബ്രോയിലർ ചിക്കൻ എന്ന് പറയുന്നത്. ഇവര് നിങ്ങളുടെ ഫുൾ പ്രൊട്ടക്ഷനിൽ അമ്മയുടെയും അച്ഛന്റെയും പേരക്കുട്ടി വളരെ പൊന്നാര മോളായിട്ടും മോനായിട്ടും വളർന്നവർ ഈ ലോകത്തോട്ട് ചെല്ലുമ്പോ പ്രശ്നമായി. ഇപ്പൊ കണ്ടില്ലേ, സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ പ്രശ്നമാണ്. അതായത് ഞാൻ ചോദിക്കട്ടെ, എവിടെങ്കിലും എന്തെങ്കിലും ആളുകൾക്ക് ആവശ്യമുള്ള സീറ്റൊക്കെ എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഒരിക്കലും കിട്ടിയിട്ടില്ല. എല്ലാ കാലത്തും ഉണ്ട്. അതല്ലേ അതിന്റെ സത്യം.
ഇന്ന് എന്റെ മക്കൾക്ക് പഠിക്കാൻ സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അതുപോലും മാർക്കറ്റിംഗ് ആണ്. ഞാൻ പറയുന്നത് പ്രശ്നങ്ങൾ ഈ ലോകത്തുണ്ട്, ഈ പ്രശ്നങ്ങൾ ഈ ലോകത്തുണ്ടാകും, നിനക്കും ഇത്തരം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അപ്പൊ നിനക്ക് അതിനെ മുന്നിൽ കണ്ട് തടയിടാൻ പറ്റണം. ഇനി അടുത്ത ഒരു കാര്യം കൂടെ പറയാം. നിനക്ക് ശുഭാപ്തി വിശ്വാസം മാത്രം പറയാം, അടിസ്ഥാനപരമായ നിന്റെ കഴിവുകളെ വികസിപ്പിച്ചാൽ മാത്രമേ നിനക്ക് രക്ഷയുള്ളൂ. അല്ലാതെ അതാണ് മറ്റൊരു സ്പോർട്സിൽ പറയുന്ന ശുഭാപ്തി വിശ്വാസത്തിന്റെ ഒരു പ്രത്യേക കാര്യം. നീ ചെയ്യാനുള്ള പണി മുഴുവൻ നീ സ്പോർട്സിന്റെ നേരത്തെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, ഓടാൻ പ്രാക്ടീസ് ചെയ്യണം, ദിവസം 10 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യണം. അല്ലാതെ രാവിലെ എണീച്ചിട്ട് 10 മണി വരെ കിടന്ന് ഉറങ്ങിയിട്ട് ശുഭാപ്തി വിശ്വാസം കൊണ്ട് നീ അത്ലറ്റ് ആയിട്ട് രക്ഷപ്പെടുമെന്ന് പറയുന്നത് എന്തർത്ഥമുള്ളത്? അത് പഠിക്കുന്ന കാര്യത്തിൽ വേണം. നമ്മളിപ്പം ഒന്നുമില്ലാതെ എളുപ്പത്തിൽ അപ്പന്റെയും അമ്മയുടെയും ഇൻഫ്ലുവൻസ് കൊണ്ടും നിന്റെ കയ്യിരിക്കുന്ന കാശ് കൊണ്ടും ഡോക്ടർ ആകാൻ പറ്റും, എഞ്ചിനീയർ ആകാൻ പറ്റും, ഇന്ന് ആര് വേണമെങ്കിലും ആകാൻ പറ്റും, പൊളിറ്റീഷ്യൻ വരെ ആകാൻ പറ്റും. ഇല്ലേ? ഒരു കഴിവും ഇല്ലാത്തവൻ ഇന്ന്, അതായത് പൊളിറ്റിക്കൽ പദവികൾ പോലും വച്ചു നീട്ടുന്ന നീ ഒരു കുടുംബത്തിൽ ഇന്നയാളുടെ മകനായതുകൊണ്ടാണ്. അപ്പൊ ഇതൊരു നമ്മൾ തെറ്റായ സങ്കല്പം. ഈ ശുഭാപ്തി വിശ്വാസം കൊണ്ടും നിന്റെ അച്ഛന്റെ അമ്മയുടെയും കാശും എന്റെ അമ്മയ്ക്കും അച്ഛനും കാശുള്ളത് കൊണ്ടും അല്ലെങ്കിൽ അവർക്ക് പവർ ഉള്ളത് കൊണ്ടും മഹിമയുള്ളത് കൊണ്ടും ഞാൻ രക്ഷപ്പെടും എന്നുള്ളത് അമിതമായ ശുഭാപ്തി വിശ്വാസം. നീ പണിയെടുത്ത് തന്നെ നീ രക്ഷപ്പെടാൻ പറ്റും. വളരെ ഇൻഫോർമേറ്റീവായ കാര്യങ്ങളായിരുന്നു. എന്തായാലും ഈ നെഗറ്റീവ് തിങ്കിങ്ങിൻ്റെ കാര്യത്തിനെ കുറിച്ച് കൃത്യമായ അഭിപ്രായങ്ങളാണ് ഡോക്ടർ നമ്മളുമായി ചർച്ച ചെയ്തത്. എന്തായാലും ഇത് പ്രേക്ഷകർക്കും ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് തന്നെ മനസ്സിലാക്കാം. കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് മറ്റൊരു അവസരങ്ങളിൽ ചർച്ച ചെയ്യാം. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.